ഏവർക്കും നമസ്കാരം. വീണ്ടും ഒരു ക്രിസ്മസ് കാലം കൂടി ആഗതമായിരിക്കുകയാണ്. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും അതിലുപരി ലാളിത്യത്തിന്റെയും സന്ദേശമാണ് ക്രിസ്മസ് നമുക്ക് പകർന്നു നൽകുന്നത്. അമ്മമാരായ നാം ഓരോരുത്തരും നമ്മുടെ ഭവനങ്ങളെ കൊച്ചു പുൽക്കൂടലാക്കി മാറ്റേണ്ടിയിരിക്കുന്നു. അവിടെ ഉണ്ണീശോ വന്ന് പിറക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് നമ്മുടെ ഭവനങ്ങളെ ഒരു കൊച്ചു കാലിത്തൊഴുത്താക്കി മാറ്റുക? കൃപ നിറഞ്ഞവരാണ് നമ്മൾ ഓരോരുത്തരും. പരിശുദ്ധ അമ്മയാണ് നമ്മുടെ വഴികാട്ടി. അങ്ങനെയെങ്കിൽ ആ കൃപ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകാം. ഓരോ കുഞ്ഞുങ്ങളുടെ ഉള്ളിലും സുഹൃത ജപം കണ്ട നാമ്പുകൾ നമുക്ക് മുളപ്പിച്ചെടുക്കാം. അവർ ചൊല്ലുന്ന സുഹൃത ജപങ്ങൾ ഉണ്ണീശോയ്ക്കുള്ള കൊച്ചു സമ്മാനങ്ങളായി മാലാഖമാർ മാറ്റി തീർക്കട്ടെ. അവയെല്ലാം ക്രിസ്മസ് ദിനത്തിൽ ഉണ്ണീശോയ്ക്ക് സമ്മാനങ്ങളായി നൽകട്ടെ. കൊച്ചു കൊച്ചു കാരുണ്യ പ്രവൃത്തികൾ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് പകർന്നു നൽകാം. അവയെല്ലാം അവരെ ഈ ഇന്റർനെറ്റിന്റെയും ആധുനിക സൗകര്യങ്ങളുടെയും ലോകത്ത് എളിമയുടെയും ലാളിത്യത്തിന്റെയും മാതൃകകളാക്കി മാറ്റാൻ സഹായിക്കട്ടെ. അങ്ങനെ നമ്മുടെ വീടൊരു കൊച്ചു പുൽക്കൂടാക്കി നമുക്ക് മാറ്റാൻ സാധിക്കും. കൃപയാണ് ക്രിസ്മസിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. അതെ, പരിശുദ്ധ അമ്മയെ ദൈവദൂതൻ വിളിച്ചതും അങ്ങനെ തന്നെയാണ്. കൃപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി എന്ന്. ഈ കൃപ നമ്മുടെ ചുറ്റുമുള്ളവരിലേക്ക് പകർത്താൻ നമുക്ക് സാധിക്കട്ടെ. സൗഹൃദത്തിന്റെ നല്ല നാളുകൾ ഈ ക്രിസ്മസ് നാളുകളിൽ നമുക്ക് പടുത്തുയർത്താം. അന്യമായി കൊണ്ടിരിക്കുന്ന സൗഹൃദ കൂട്ടായ്മകളെ നമുക്ക് ചേർത്ത് പിടിക്കാം. നമുക്ക് വേണ്ടതും അത് തന്നെയാണ്. ഈ ആധുനിക ലോകത്തെ ക്രിസ്മസ് നമുക്ക് നൽകുന്ന സന്ദേശം അത് തന്നെയാണ്. എളിമയുടെയും ലാളിത്യത്തിന്റെയും വഴികളിലൂടെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ സ്നേഹത്തിന്റെ സന്ദേശം നമ്മുടെ ചുറ്റുമുള്ളവരിലേക്ക് ഒന്ന് പകർത്താൻ നമുക്ക് ശ്രമിക്കാം. പലപ്പോഴും പോകുന്ന വഴികളിലും നടക്കുന്ന വേദികളിലുമെല്ലാം നമ്മൾ കണ്ടുമറിയുന്ന പല ആളുകൾ ഉണ്ടായിരിക്കാം. തിരക്കേറിയ ജീവിതത്തിനിടയിൽ ഒരു പുഞ്ചിരി പോലും നമുക്ക് അവർക്ക് വേണ്ടി നൽകാൻ സാധിച്ചു എന്ന് വരില്ല. ഈ ക്രിസ്മസ് ദിനങ്ങളെല്ലാം ആ പുഞ്ചിരിയോടുകൂടി നമുക്ക് തുടങ്ങട്ടെ. പരിചിതരോടും അപരിചിതരോടും സ്നേഹത്തിന്റെ പുഞ്ചിരികൾ നമുക്ക് പകർന്നു നൽകാം. നമ്മുടെ കൂടിയായിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഈ സ്നേഹ നൈർമല്യമെല്ലാം കണ്ടു വളരട്ടെ. അവിടെയാവട്ടെ നമ്മുടെ ക്രിസ്മസ് ആഘോഷവും. കേക്കും വർണ്ണശബളിതമായ നക്ഷത്രങ്ങളും മാത്രമല്ല ക്രിസ്മസ്, മറിച്ച് അത് ദൈവപുത്രൻ നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് പിറന്നതിന്റെ ഓർമ്മ കൂടിയാണ്. അതെ, മറ്റുള്ളവർക്ക് വേണ്ടി പകർന്നു കൊടുക്കാൻ ഒരു സ്നേഹത്തിന്റെ പുഞ്ചിരിയെങ്കിലും മാറ്റിവെക്കാൻ കാലം നമ്മളെ സഹായിക്കും. ഒത്തിരി സ്നേഹത്തോടെ ഏവർക്കും ആഗതമാകുന്ന ക്രിസ്മസിന്റെ മംഗളങ്ങൾ.